കരുത്തായി കനലായി ജ്വലിക്കേണ്ട യൗവനം ഭ്രാന്തമായി തച്ചുടയ്ക്കുന്നു ലഹരിയാ. കരുത്തായി കനലായി ജ്വലിക്കേണ്ട യൗവനം ഭ്രാന്തമായി തച്ചുടയ്ക്കുന്നു ലഹരിയാ. ക്ഷണികമായുള്ളൊരു സൗഖ്യത്തിനായി കൈവെടിയുന്നു നാം ഈ സ്വപ്നശൃംഖങ്ങളെ. ക്ഷണികമായുള്ളൊരു സൗഖ്യത്തിനായി കൈവെടിയുന്നു നാം ഈ സ്വപ്നശൃംഖങ്ങളെ. നിന്നെ തിരയുന്ന മാത്രയിൽ ബന്ധങ്ങളൊക്കെയും ബന്ധനമായി ശലഭമായി പാറിപ്പറക്കേണ്ട നാളുകൾ യുപ്പയായി തന്നെ ചടഞ്ഞുകൂടി. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നമുക്ക് പറ്റിയ കേന്ദ്രം. ഇവിടെയാ ബ്രോ? ഇവിടെ കുട്ടികളല്ലേ? അതെ, അവരാണ് നല്ല ഇരകൾ. ചിലന്തി വലയിൽ എപ്പോഴെങ്കിലും വലിയ ഇരകൾ വീഴാറുണ്ടോ? വീണാലും അവ വലയം പൊട്ടിച്ചു പോകും. ഓ, അപ്പോൾ കുട്ടികൾ തന്നെ പറ്റിയ ഇരകൾ. അവരെ എങ്ങനെ നമുക്ക് വലയിൽപ്പെടുത്താം? ചൂണ്ടയിൽ മീൻ കുരുക്കുന്നത് താൻ കണ്ടിട്ടില്ലേ? ഇരയിട്ട് കാക്കുക. മീൻ താനെ കുത്തിക്കൊള്ളും. കെണിയിലായ ശേഷം ജീവനായുള്ള ഒരു പിടച്ചിലുണ്ടല്ലോ, കാണാൻ ഒരു വല്ലാത്ത സുഖമാണ്. എന്താ ബ്രോ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. ആദ്യം ലഹരി ചേർത്ത ഈ മിഠായികൾ സൗജന്യമായി നൽകണം. അവർ നമ്മുടെ വരുതിയിലായ ശേഷം പണം നൽകിയാൽ മാത്രം കൊടുത്താൽ മതി. അവർ ഏത് വിധേനവും പണവുമായി എത്തും, തീർച്ച. ഓ, അപ്പോൾ വിശ്വസ്തരായ മൂന്നാലെണ്ണത്തിനെ നമുക്ക് കച്ചവടത്തിനായി ഉപയോഗിക്കാം അല്ലേ? അതെ, 50-100 രൂപയിൽ 2 മിഠായി നൽകിയാൽ കച്ചവടം നടത്തി മുഴുവൻ പണവും അവർ നമ്മൾക്ക് എത്തിക്കും. നിങ്ങളെന്താ ഇവിടെ? സാറിനെ കാണാനാ. സാറിനെ കാണണം? സാറിനെ കാണാൻ പോലീസ് സ്റ്റേഷനിലാണോ ഒരാള്? സ്കൂളിലാണോടാ? അതല്ല സാർ, സ്കൂളിലെ സാറിനെ കാണാനാ. എന്താ കാര്യം? കലോത്സവവുമായി ബന്ധപ്പെട്ട കാര്യത്തിനാ സാറേ. നിന്നെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോടാ. അത് സാറിനെ പേടിച്ചിട്ടാ സാർ. സാറിനെ കണ്ടിട്ട് ഇപ്പൊ വിട്ടോളാം. ശരി സാർ, ശരി. തിരികെ വരുമ്പോൾ കണ്ടുപോകരുത് രണ്ടിനെ. മാരണം പോയി. ഹേ ബ്രോ, ഞാൻ ബെല്ലടിച്ച്. കുട്ടികളിപ്പോ പുറത്തു വരും. വാ. നിക്ക്. നമ്മൾ കൂട്ടത്തിൽ 2-3 കുട്ടികൾക്ക് മാത്രം മിഠായി നൽകുക. സംശയം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ അറിയാ, അവിടെ ഒരു സൂപ്പർ ബൈക്ക് ഇരിക്കുന്നുണ്ടോ? ചിലപ്പോൾ ആ ചേട്ടന്മാരേതായിരിക്കും. വാ, നമുക്ക് പോയി ചോദിച്ചു നോക്കാം. ഹേ ബ്രോ, അവരെത്തി. കണ്ടോ, ചൂണ്ടയിൽ മീൻ കൊത്തി തുടങ്ങി. ചേട്ടാ, ഇതാണോ ഡ്യൂക്ക്? അതെ. എന്താ, ഇഷ്ടമായോ? സൂപ്പർ. ഇതിന് എന്ത് വില വരും? 2 ലക്ഷം രൂപ വരും. എൻ്റെ അമ്മേ, എന്താ ഒരു സ്റ്റൈല്! ചേട്ടൻ 100-ലൊക്കെ പറപ്പിച്ചിട്ടുണ്ടോ? അതൊക്കെ മേലെ. ഞങ്ങൾ ഇതിലാ റേസിങ്ങിന് പോകുന്നത്. അനിയന്മാർ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 8ാം ക്ലാസ്സിൽ. എല്ലാ ദിവസവും ഈ സമയത്ത് തന്നെ ഇന്റർവെല്ല്? അതെ. നിങ്ങൾക്ക് മിഠായി വേണോ? വേണ്ട, ആരുടെയും കയ്യിൽ നിന്നും ഒന്നും വാങ്ങി കഴിക്കല്ലെന്ന് രമേശൻ മാഷ് പറഞ്ഞിട്ടുണ്ട്. വേണ്ടടിയാ, രമേശൻ മാഷ് പറഞ്ഞാൽ സീനാവേ.
വാങ്ങി കഴിയടേ. സാറൊന്നും അറിയാൻ പോണില്ല. എന്നാ പിടി. എന്നാ വാങ്ങ്. ഇത് ഒരു പ്രത്യേകതരം മിഠായിയാണ്. ഇത് നിങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ചേട്ടാ ഒരു മിഠായി കൂടെ തരാമോ? അതിനെന്താ, പക്ഷെ നാളെ മിഠായി വേണമെങ്കിൽ കാശ് തരണം. അപ്പോൾ നാളെ ഇതേ സമയം ഇവിടെ വെച്ച് കാണാം നമുക്ക്. എടാ വല്ലാത്തൊരു സുഖം നിനക്ക് തരാറുണ്ടോ? ചേട്ടന്മാർ പറഞ്ഞതുപോലെ മറ്റേതോ ഒരു ലോകത്തെത്തിയ ഒരു പ്രതീതി. എനിക്കും സ്വർഗത്തിൽ എത്തിയതുപോലെ തോന്നുന്നു. ഇന്ന് നമ്മൾ കാണാനില്ല ബ്രോ. വരും, വരാതിരിക്കില്ല. അമ്മ അതിന്റെ സാധനമല്ലേ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ചേട്ടാ ഇന്നലെ തന്ന മിഠായി തരാമോ? തരാം, പക്ഷെ എൻ്റെ കയ്യിലൊക്കെ കാശുണ്ടോടാ? ഇന്ന് കാശില്ല ചേട്ടാ, നാളെ തരാം. പ്ലീസ് ചേട്ടാ, കാശ് നാളെ തരാം. പോ. കാശില്ലാതെ എന്തായില്ല. പോളെ പോയി കാശും കൊണ്ടുപോവാ. പോ. ബായ്, ഒരു സാധനതാ ബായ്. പോടാ, നിനക്ക് സാധനമില്ല, ഒന്നുമില്ല, നീ പോ. ബായ് പറ്റണില്ല ബായ്. ഒരെണ്ണെന്താ ബായ്? ഒന്നുമില്ല, അരയുമില്ല. പൈസ ഉണ്ടെങ്കിൽ നിനക്ക് സാധനം തരും, ഇല്ലെങ്കിൽ നീ പോ. പൈസ തരാൻ ബായ്. ഒരെണ്ണെന്താ ബായ്? പോടാ, പോ. ഹേ ബ്രോ, ഇത് നിങ്ങളുടെ പഴയ ചങ്കല്ലേ ബ്രോ? ചങ്ക് അതൊക്കെ പണ്ട്. ഇവിടെ ബന്ധങ്ങളുമില്ല, സൗഹൃദവുമില്ല, കച്ചവടം മാത്രം. ബായ്, നിങ്ങൾക്ക് ഞാൻ ഒരുപാട് കാശ് തന്നിട്ടുള്ളതല്ലേ ബായ്? എന്നിട്ടാണ് ഇപ്പൊ എന്നോട് ഇങ്ങനെ കാണിക്കുന്നതല്ലേ? പോടാ, കൊന്ന പിടിച്ചു വച്ച നീ പൈസ ആറ്റുവാ, എന്നിട്ട് നിനക്ക് സാധനം തരാം. എവരെ എടുത്ത് ദൂരെ എടുത്ത് കാണാം. കനവില്ല, നിലവില്ല, കുളിരുമില്ല, സ്മരണയിൽ നന്മതൻ കണികയില്ല. കനവില്ല, നിലവില്ല, കുളിരുമില്ല, സ്മരണയിൽ നന്മതൻ കണികയില്ല. ലഹരിയാൽ നീ തീർക്കും മായാപ്രപഞ്ചത്തിൽ സ്തബ്ധമായി തീർന്നൊരീ ജീവിതങ്ങൾ. ലഹരിയാൽ നീ തീർക്കും മായാപ്രപഞ്ചത്തിൽ സ്തബ്ധമായി തീർന്നൊരീ ജീവിതങ്ങൾ. ഇതാ പൈസ, മിഠായി തരും. അല്ല, നീ അതെവിടുന്ന പൈസ? അത് നിങ്ങൾ എങ്ങനെ അറിയണം? കൊള്ളാം, മിടുക്കന്മാർ. 2 മിഠായി അധികമുണ്ട്. അപ്പോ നാളെ ഇതേ സമയം ഇവിടെ വെച്ച് കാണാം. ഓക്കെ, പോ. ശരി, നാളെ കാണാം. ഓ, എന്താ ഒരു സുഖം. ഇന്ന് സ്മിതയുടെ ബാഗിൽ നിന്നാ ഞാൻ കാശ് ഒപ്പിച്ചത്. നാളെ നിങ്ങളുടെ പൈസ ഒപ്പിക്കും. ഇനി മിഠായില്ലാതെ പറ്റില്ല. എന്താ ഒരു സ്വാദ്, എന്താ ഒരു സുഖം. നാളെയും എങ്ങനെയെങ്കിലും ക്യാഷ് ഒപ്പിക്കണം.
ഗുഡ് മോർണിംഗ്. 2 മാസമായി നിങ്ങളെയൊക്കെ കണ്ടിട്ട്. എന്തുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? അതെ, സുഖം മാഷേ. മാഷേ, സ്മിത കരയുന്നു. ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. എന്തിനാ മോളെ കരയുന്നത്? മോൾക്ക് എന്തു പറ്റി? മാഷേ, എന്റെ ബാഗിലിരുന്ന് 300 രൂപ കാണുന്നില്ല. ബസ് ഫീസ് അടയ്ക്കാനും ജോമെട്രി ബോക്സ് വാങ്ങാനും അച്ഛൻ തന്ന കാശാ മാഷേ. അസുഖം കാരണം കഴിഞ്ഞ ഒരാഴ്ച അച്ഛൻ ജോലിക്ക് പോയില്ല. ഇന്നലെ മുതലാ മാഷേ അച്ഛൻ ജോലിക്ക് പോയി തുടങ്ങിയത്. വീട്ടിൽ അരി പോലും വാങ്ങാതെയാ മാഷേ അമ്മ കാശ് തന്നത്. മക്കളെ, സത്യം പറയണം, നിങ്ങൾ ആരെങ്കിലും ഈ കാശ് എടുത്തോ? ഇല്ല മാഷേ, ഞങ്ങൾ എടുത്തിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഈ കാശ് എടുത്തോ? നിങ്ങൾ 3 പേരും എന്താ മിണ്ടാത്തത്? നിങ്ങളാണോ കാശ് എടുത്തത്? ഇവർക്കിതെന്ത് പറ്റി? ഇവർ സാധാരണ ഇങ്ങനെയല്ലല്ലോ. മാഷേ, ഇവർ ഗേറ്റിന് പുറത്ത് 2 ചേട്ടന്മാരിൽ നിന്നും എന്തോ വാങ്ങി കഴിക്കുന്നത് ഞാൻ കണ്ടു. അത് കഴിച്ച ശേഷം ഇവർ ആരോടും ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ അവരുടെ കയ്യിൽ നിന്നും മിഠായിയോ മറ്റെന്തെങ്കിലും വാങ്ങി കഴിച്ചായിരുന്നോ? അതെ, കഴിച്ചു മാഷേ. നിങ്ങൾക്ക് മിഠായി വാങ്ങാനുള്ള കാശ് എവിടെ നിന്ന് കിട്ടി? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾക്ക് കാശ് എവിടെ നിന്ന് കിട്ടി? അപ്പോ നിങ്ങളാണ് മിഠായി വാങ്ങാനായി മോഷണം നടത്തിയത് അല്ലേ? അതെ, ഇനി ആവർത്തിക്കില്ല മാഷേ. ആ മിഠായി കഴിച്ച ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? വല്ലാത്തൊരു തലവേദന. നിനക്കോ? സ്വർഗത്തിലെത്തിയതുപോലെ. സ്വർഗത്തിലെത്തിയതുപോലെ. കഴിഞ്ഞ 2 മാസമായി ഞാനും എൻ്റെ കുടുംബവും അനുഭവിച്ച വേദന നിങ്ങൾക്കറിയാമോ മക്കളെ? അതിന് കാരണം നിങ്ങൾ ഈ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ഈ ലഹരിയാണ്. എനിക്കൊരേ ഒരു മകനാണ് ഉണ്ടായിരുന്നത്, എൻ്റെ വിനീത്. പഠനത്തിലും കലാകായിക രംഗത്തും പ്രതിഭ തെളിയിച്ചവൻ. അധ്യാപകരായിരുന്ന ഞാനും അവൻ്റെ അമ്മയും അവനെ തീരെ ശ്രദ്ധിച്ചതേയില്ല. കാരണം ഞങ്ങൾക്ക് അവന് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. ക്രമേണ അവന് പരീക്ഷകൾ മാർക്ക് കുറയാൻ തുടങ്ങി. ആ പ്രായത്തിലെ കുട്ടികൾക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു മാറ്റമായി മാത്രം ഞങ്ങളതിനെ കരുതി. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ അവൻ എപ്പോഴും മുറിക്കുള്ളിൽ തന്നെ കഴിയാൻ തുടങ്ങി. ഒരു ദിവസം അവൻ്റെ അമ്മയ്ക്ക് മുറി വൃത്തിയാക്കുന്നതിനിടയിൽ മേശയ്ക്കുള്ളിൽ നിന്ന് ഒരു സിറിഞ്ച് കിട്ടി. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ അന്ന് വരെ കാണാതിരുന്ന എൻ്റെ മകനെയാണ് കാണാൻ കഴിഞ്ഞത്. ആക്രോശത്തോടെ നമ്മുടെ നേരെ പാഞ്ഞെടുക്കുന്ന അവൻ്റെ രൂപം എനിക്ക് ഓർക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്നു. എന്റെ പൊന്നുമോ ലഹരിക്ക് കീഴ്പ്പെട്ടു എന്ന്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അവന് ഞങ്ങൾ ചികിത്സയ്ക്കായി ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. അപ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു എന്ന യാഥാർത്ഥ്യം ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞു. ഇരുമ്പഴിക്കുള്ളിൽ നിന്ന് അലമുറയിടുന്ന അവന്റെ ശബ്ദം ഇപ്പോഴും എന്റെ കാതുകളിൽ മുഴങ്ങുന്നു. കുറേ നാളുകൾക്ക് ശേഷം വീട്ടിലെത്തിയ അവൻ എന്റെ പൊന്നുമോ കയ്യിലെ ഞരമ്പ് കുറിച്ച് നിങ്ങൾ പറയുന്ന ആ സ്വർഗത്തിലേക്ക് എന്നേക്കുമായി യാത്രയായി. എന്റെ പൊന്നുമോ. മാഷേ, കരയല്ലേ മാഷേ? കരയല്ലേ മാഷേ? അവന്റെ അമ്മയുടെ കണ്ണീർ ഇന്നും തോന്നിട്ടില്ല. കണ്ണീരു വറ്റാതെ കൈകൂപ്പി നിൽക്കും ഒരമ്മതൻ വേദനയാരു കാൺമാൻ.
കണ്ണീരു വറ്റാതെ കൈകൂപ്പി നിൽക്കുമൊരമ്മതൻ വേദന ആരു കാൺമാൻ. പേരിനായി മാത്രമായുള്ളൊരീ ജീവിതം ഭാരമായി ഏറെ വെറുത്തുപോയി. പേരിനായി മാത്രമായുള്ളൊരീ ജീവിതം ഭാരമായി ഏറെ വെറുത്തുപോയി. എന്റെ മകന് സംഭവിച്ചത് ഇനി ഒരു കുരുന്നിനും സംഭവിക്കരുത്. നിങ്ങളുടെ സ്വർഗം അച്ഛനമ്മമാരും സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബമാണ്. നിങ്ങളുടെ സ്വർഗം കൂട്ടുകാരും അധ്യാപകരും അടങ്ങുന്ന ഈ വിദ്യാലയമാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങളെക്കുറിച്ച് എന്തെല്ലാം പ്രതീക്ഷകളാണ് അച്ഛനമ്മമാർക്ക്. നിങ്ങൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ കരുത്ത്. നിങ്ങൾ ലഹരിക്ക് അടിമപ്പെടാൻ പാടില്ല. നമ്മൾ പ്രതികരിക്കണം. നമ്മൾ പ്രതികരിക്കും.